എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഒരു നല്ല ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, ദേവിയുടെ കൃപാകടാക്ഷം അനുസ്യൂതം പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത ശ്ലോകം തുടങ്ങാം. 23-ാമത്തെ ശ്ലോകം. നമ്മൾ 22-ാമത്തെ ശ്ലോകത്തിൽ ഒരു വത്സരം, അതായത് ഒരു വർഷം ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ആ കാര്യങ്ങൾ, അതായത് എന്തെല്ലാം ചെയ്യുന്നതുകൊണ്ടാണോ ദേവി മഹോത്സവം നടത്തുന്നു, ബ്രാഹ്മണർക്ക് ദാനം നടത്തുന്നു, അതുപോലെ ഹോമാദികൾ ചെയ്യുന്നു, അതുപോലെ ഇത് ഈ പലവിധ കർമ്മങ്ങളെ കൊണ്ട് ഒരു വത്സരം കൊണ്ട് ദേവി ഏതൊരു പ്രീതിയാണോ ദേവിക്കുണ്ടാകുന്നത് ആ പ്രീതി ഒരു പ്രാവശ്യം ദേവി മാഹാത്മ്യം വായിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ ഉണ്ടാകുന്നതെന്ന് 21-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തി അല്ലേ. അതുപോലെ തന്നെ ഇത് വായിച്ച് കേൾക്കുകയാണെങ്കിൽ ആ കേൾക്കുന്നത് നിമിത്തം ആ സ്തുതികളും അതുപോലെ ഏത് അവതാരങ്ങളുടെ കീർത്തനം ഭൂതങ്ങളിൽ നിന്നും രക്ഷയെ ചെയ്യൂ, യുദ്ധങ്ങളിൽ ദുഷ്ടദൈത്യന്മാരെ നശിപ്പിച്ച് ഏതൊരു ചരിത്രമുണ്ടോ അത് കേട്ടാൽ മനുഷ്യർക്ക് ശത്രുക്കളിൽ നിന്ന് ഭയം ഉണ്ടാവുന്നതല്ല എന്ന് 22-ാമത്തെ ശ്ലോകത്തിലും പറഞ്ഞു നിർത്തി നമ്മൾ. അപ്പോൾ അത്രയ്ക്ക് വിശേഷപ്പെട്ടതാണ് ശ്രീദേവി മാഹാത്മ്യം. ഇനി നമുക്ക് 23-ാമത്തെ ശ്ലോകം നോക്കാം. തസ്മിൻ ശ്രുതേ വൈരികൃതം ഭയം പുംസാം ന ജായതേ യുഷ്മാഭിസ്തുതയോ യാശ്ച ബ്രഹ്മർഷിഭിഃ കൃതാഃ. തസ്മിൻ ശ്രുതേ വൈരികൃതം ഭയം പുംസാം ന ജായതേ യുഷ്മാഭിഃ സ്തുതയോ യാശ്ച ബ്രഹ്മർഷിഭിഃ കൃതാഃ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ചരിതം എൻ്റെ ചരിത്രമാണ് അല്ലേ. ഭയം പുംസാം എന്ന് പറഞ്ഞാൽ പുംസാം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക്. വൈരികൃതം ഭയം, വൈരി ശത്രുവാണ്. വൈരികൃതം എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന ഭയം, അല്ലെങ്കിൽ ശത്രുക്കൾ നിമിത്തമുണ്ടാകുന്ന ഭയം. ന ജായതേ ഉണ്ടാകുന്നതേ അല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. തസ്മിൻ ശ്രുതേ, ഈ തസ്മിൻ എന്ന് പറഞ്ഞാൽ ആ ചരിത്രം കേട്ടാൽ, അതായത് ദേവീ മാഹാത്മ്യത്തിൽ ദേവിയുടെ ചരിത്രം കേട്ടാൽ പുംസാം വൈരികൃതം ഭയം, മനുഷ്യർക്ക് ശത്രുക്കൾ നിമിത്തമുണ്ടാകുന്ന ഭയം ന ജായതേ ഉണ്ടാകുന്നതല്ല. യുഷ്മാഭിഹി എന്ന് പറഞ്ഞാൽ നിങ്ങളാൽ, കൃതാഹ എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെട്ട, യുഷ്മാഭിഹി കൃതം ആ നിങ്ങളാൽ ചെയ്യപ്പെട്ട, അതുപോലെ തന്നെ സ്തുതയോ സ്തുതയോ ച എന്ന് പറഞ്ഞാൽ സ്തുതയ ച യാശ്ച റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. യാ സ്തുതയ ച യാ കൃത. അപ്പോൾ നിങ്ങളാൽ ചെയ്യപ്പെട്ട യാതൊരു സ്തുതികളുണ്ടോ, അതായത് ശ്രുതികൾ എന്ന് പറഞ്ഞിരിക്കുന്ന സ്തുതികളുണ്ടോ, ബ്രഹ്മർഷികളാൽ ചെയ്യപ്പെട്ട യാ സ്തുതയ ചത യാതൊരു സ്തുതികളുണ്ടോ ആ സ്തുതികളും ബ്രഹ്മണ ച കൃതാഹ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനാൽ ചെയ്യപ്പെട്ട സ്തുതികളും എന്നാണ്. നമുക്കറിയാം ഇതിൽ ഫസ്റ്റ് 1-ാമത്തെ അധ്യായത്തിൽ ബ്രഹ്മാവ് സ്തുതി ചെയ്യുന്നുണ്ടല്ലേ. അദ്ദേഹത്തിനെ നിദ്രയിൽ നിന്ന് ഉണർത്താൻ വേണ്ടി ദേവിയെ സ്തുതിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേവന്മാരുടെ സ്തുതിയാണ്, നാരായണീ സ്തുതി ദേവന്മാരുടെ സ്തുതിയാണ്, ദേവീദൂത സംവാദത്തിൽ ദേവന്മാർ സ്തുതിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ ശക്രാധികത ദേവീ സ്തുതിയുണ്ട്, എല്ലാം ദേവന്മാർ. ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്, ദേവന്മാരാലും ബ്രഹ്മാവിനാലും ചെയ്യപ്പെട്ട സ്തുതികൾ ബ്രഹ്മണാചകൃത തു, അതുപോലെ ബ്രഹ്മാവിനാൽ ചെയ്യപ്പെട്ട സ്തുതികളും ശുഭാം മതിം പ്രയച്ഛന്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് 24-ാമത്തെ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ ലൈനാണ്. ബ്രഹ്മണാചകൃതാസ്താസ്തു പ്രയച്ഛന്തി ശുഭാം മതി. തസ്മിൻ ശ്രുതേ വൈരികൃതം ഭയം പുംസാം ന ജായതേ, അതായത് തസ്മിൻ ശ്രുതേ ആ എൻ്റെ ചരിത്രം കേട്ടാൽ ശത്രുക്കൾ നിമിത്തമുണ്ടാകുന്ന ഭയം ഉണ്ടാകുന്നതല്ല. പുംസാം മനുഷ്യർക്ക്, ന ജായതേ ഉണ്ടാകുന്നതല്ല. യുഷ്മാഭികൃത നിങ്ങളാൽ ചെയ്യപ്പെട്ട സ്തുതികൾ, അതായത് അത് ബ്രഹ്മർഷികളാൽ ചെയ്യപ്പെട്ടതാണ് അല്ലേ. യാതൊരു സ്തുതികളുണ്ടോ ആ സ്തുതികളും ബ്രഹ്മാവിനാൽ ചെയ്യപ്പെട്ട സ്തുതികളും സദ്ബുദ്ധിയെ നൽകുന്നു. ഓരോന്നിൻ്റെയും ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദേവന്മാരാൽ ചെയ്യപ്പെട്ട സ്തുതികൾ, അതുപോലെ തന്നെ ബ്രഹ്മർഷികളാൽ ചെയ്യപ്പെട്ട സ്തുതികൾ, ഇവയൊക്കെ കേട്ടാൽ സദ്ബുദ്ധി ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ.
യുഷ്മാഭിസ്തുതയോ യാശ്ചയാശ്ച ബ്രഹ്മർഷിവി കൃതാഹ ബ്രഹ്മണാച കൃതാസ്താസ്തു പ്രയച്ഛന്തി ശുഭാം മതിം എന്ന് പറഞ്ഞാൽ മതിം സൽബുദ്ധിയാണ്. ശുഭാം മതിം സൽബുദ്ധിയെ പ്രയച്ഛന്തി പ്രദാനം ചെയ്യുന്നു അല്ലെങ്കിൽ നൽകുന്നു. ബ്രഹ്മണാച കൃത എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനാൽ ചെയ്യപ്പെട്ട കൃതാത്തു എന്ന് അതും. അപ്പോൾ എൻ്റെ അവതാരങ്ങളുടെ കീർത്തനം ഭൂതങ്ങളിൽ നിന്നും രക്ഷയെ ചെയ്യും. യുദ്ധങ്ങളിൽ ദുഷ്ടദൈത്യന്മാരെ നശിപ്പിച്ചതായ എൻ്റെ ആ ചരിത്രം കേട്ടാൽ മനുഷ്യർക്ക് ശത്രുക്കളിൽ നിന്നുള്ള ഭയം ഉണ്ടാകുന്നതല്ല. നിങ്ങളാലും ബ്രഹ്മർഷികളാലും ചെയ്യപ്പെട്ട സ്തുതികളും ബ്രഹ്മാവിനാൽ ചെയ്യപ്പെട്ട സ്തുതികളും പാരായണം ചെയ്താൽ സദ്ബുദ്ധിയെ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ സദ്ബുദ്ധി ഉണ്ടാകുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേവീ സൂക്തങ്ങളും നാരായണീ സൂക്തം 11-ാം അധ്യായത്തിലെ പിന്നെ നാരായണീ സ്തുതി ഇപ്പോൾ ഇവിടെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. യുഷ്മാഭിസ്തുതയ എന്നതുകൊണ്ട് ദേവീ സൂക്തത്തെയും നാരായണീ സൂക്തത്തെയും പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ബ്രഹ്മർഷിഭി എന്നതുകൊണ്ട് ബ്രഹ്മാവിനാലും ഋഷികളാലും ചെയ്യപ്പെട്ട സൂക്തങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മർഷി ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുമേധസ് മഹർഷിയുടെ ഋഷിരുവാച എന്ന് നമ്മൾ പറഞ്ഞ ഋഷിരുവാച എന്ന് പറഞ്ഞു കഴിഞ്ഞ് പാടിയിരിക്കുന്ന സ്തോത്രങ്ങളെയൊക്കെയാണ് ശ്ലോകങ്ങളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സുമേധസ് മഹർഷിയാണ് ബ്രഹ്മാവിനാലും ഋഷിയാലും എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. തഥാപി മമതാവർത്തെ എന്ന് പറയപ്പെടുന്നത്, അതായത് ബ്രഹ്മണാചകൃത എന്നത് വിശ്വേശ്വര്യം ജഗദ്ധാത്രിയും എന്ന് തുടങ്ങുന്ന ശ്ലോകമില്ലേ, ആ സൂക്തത്തെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് 24-ാമത്തെ ശ്ലോകത്തിൻ്റെ രണ്ടാമത്തെ വരി നോക്കുക. അരണ്യേ പ്രാന്തരേ വാപി ദാവാഗ്നി പരിവാരിത എന്ന് പറഞ്ഞാൽ അരണ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അരണ്യം കാനനമാണ്. അരണ്യേ എന്ന് പറഞ്ഞാൽ കാനനത്തിൽ അല്ലെങ്കിൽ കാട്ടിൽ. ദാവാഗ്നി എന്ന് പറഞ്ഞാൽ കാട്ടുതീ. പരിവാരിത അഭിവ കാട്ടുതീ കൊണ്ട് ചുറ്റപ്പെട്ടവനായിട്ടുള്ള അവസ്ഥ. അതായത് കാട്ടിലകപ്പെട്ടിരിക്കുന്നു, അവിടെ കാട്ടുതീ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ. ഇനി അടുത്ത ലൈൻ നോക്കാം നമുക്ക്. അതാ 24-ാമത്തെ ലൈനിൻ്റെ രണ്ടാമത്തെ ലൈനായിരുന്നു. 25 ദസ്യുഭിർവാ വ്രതശൂന്യേ ഗൃഹീതോ വാപി ശത്രുഭി സിംഹവ്യാഘ്രാനുയാതോ വാ വനേ വാ വനഹസ്തിഭി. അതായത് ദസ്യുഭിർവാ വ്രതശൂന്യേ ഗൃഹീതോ വാപി ശത്രുഭി സിംഹവ്യാഘ്രാനുയാതോ വാ വനേ വാ വനഹസ്തിഭി. ഇങ്ങനെ ദസ്യുഭിർവ എന്ന് പറഞ്ഞാൽ തസ്കരന്മാരിൽ നിന്ന് കള്ളന്മാരാൽ ചുറ്റപ്പെട്ടവനായിട്ടോ. ശൂന്യ എന്ന് പറഞ്ഞാൽ ശൂന്യമായ സ്ഥലം ഇവിടെ ഉദ്ദേശിക്കുന്നത് നിർജ്ജനമായ വിജനമായ സ്ഥലത്ത്, വിജനപ്രദേശത്തോ. അതുപോലെ ഗൃഹീതോ വാപി ശത്രുഭി. ഗൃഹീതോ എന്നുദ്ദേശിച്ചിരിക്കുന്നത് ശത്രുക്കളാൽ അതായത് ശത്രുക്കളാൽ പിടിച്ചു കെട്ടപ്പെട്ടവനായിട്ടൊക്കെ വരുന്ന അവസ്ഥയിലാണ്. ശത്രുഭി ഗൃഹീത. വനേ സിംഹവ്യാഘ്രാനു യാതവ എന്ന് പറഞ്ഞാൽ വനത്തിൽ കാട്ടിൽ സിംഹം പുലി എന്നിവയാൽ അനുയാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുക എന്നാണ് അർത്ഥം. അവരാൽ പിന്തുടരപ്പെട്ട്, അതാണ് സിംഹവ്യാഘ്രാനുയാതോവ എന്ന് പറഞ്ഞിരിക്കുന്നത്. വനഹസ്തിഭി എന്ന് പറഞ്ഞാൽ വനത്തിൽ ഹസ്തിഭി കൊല്ലുന്നതിനായി ചുറ്റപ്പെട്ടവനായിട്ട്. ഹസ്തിഭി ഹസ്തിക്ക് വേറെ അർത്ഥമുണ്ട്, പക്ഷേ ഇവിടെ കാട്ടാനകളാൽ വനത്തിൽ ഹസ്തി ആനയാണ്. കാട്ടാനകളാൽ ആക്രമിക്കപ്പെട്ട് കൊല്ലുന്നതിനായി ചുറ്റപ്പെട്ടവനായിട്ട്. ക്രുദ്ധേന രാജ്ഞ അതായത് രാജാവ് കോപിച്ചാൽ ആ അവസ്ഥയിൽ കോപിച്ച രാജാവിനാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനായിട്ടിരിക്കുമ്പോൾ, വധശിക്ഷ എന്ന് പറഞ്ഞാൽ മൃത്യുഭീതി ആണ് ഉദ്ദേശിക്കുന്നത്. ആജ്ഞപ്ത ച ഇവിടെ രാജ്ഞാ ക്രുദ്ധേന ച ജ്ഞപ്തോ എന്ന് പറഞ്ഞാൽ ച ആജ്ഞപ്തോ വധ്യോ ബന്ധഗതോപി വാ ആഘൂർണിതോ വാ വാതേന സ്ഥിതപോതേ മഹാർണവേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. രാജ്ഞ എന്ന് പറഞ്ഞാൽ രാജ്ഞാ ക്രുദ്ധേന എന്ന് പറഞ്ഞാൽ ക്രുദ്ധനായ രാജാവിനാലോ, ച ജ്ഞപ്തോ ച ആജ്ഞപ്തോ വധ്യോ അതായത് ആജ്ഞപ്ത ഹ ച അതായത് വധിക്കാനായിട്ട് ആജ്ഞാപിക്കപ്പെട്ടവനായിട്ടിരിക്കുകയാണെങ്കിൽ, രാജാവ് വധിക്കാൻ വിധിച്ചിരിക്കുകയാണെങ്കിൽ. ബന്ധഗത അഭിവ ഇനി ബന്ധനസ്ഥനായിട്ടിരിക്കുകയാണെങ്കിൽ. മഹാർണവേ എന്ന് പറഞ്ഞാൽ അർണവം സമുദ്രമാണ്. സമുദ്രത്തിൽ അല്ലെങ്കിൽ വൻകടലിലൊക്കെ അകപ്പെട്ടിരിക്കുകയാണെങ്കിൽ.
പോതേ സ്ഥിത. പോത എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കപ്പലിലാണ്. അതായത് കപ്പലിൽ സ്ഥിതനായിട്ട് വാതേന കാറ്റുകൊണ്ട് ആഘൂർണിത വാ, അത് സ്ഥിതപോതേ മഹാർണവേ എന്നാണ്. അപ്പം വലിയൊരു വൻകടലിൽ അല്ലെങ്കിൽ സമുദ്രത്തിൽ കപ്പലിലിങ്ങനെ, അതായത് കപ്പലിൻ്റെ നിയന്ത്രണമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടിങ്ങനെ ആ സമുദ്രത്തിൽ അകപ്പെട്ട് ദിശ കാണാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആഘൂർണിതോ വാ വാതേന സ്ഥിതപോതേ മഹാർണവേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആഘൂർണിതോ എന്ന് പറഞ്ഞാൽ ആഘൂർണിത എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ചഞ്ചലചിത്തനായിട്ട് ഇളകി മറിയുന്ന സമുദ്രത്തിൽ ഭയഭീതനായിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അടുത്ത 27ാമത്തെ ശ്ലോകത്തിൽ നോക്കുക. പതത്സു ചാപി ശസ്ത്രേഷു സംഗ്രാമേ ഭൃശദാരുണേ സർവബാധാസു ഘോരാസു വേദനാഭ്യർദ്ധിതോപി വാ. വേദനാഭി അർദ്ധിതോപി വാ എന്നാണ്. വേദനാഭ്യർദ്ധിത അപി വാ. കഠിന വേദന കൊണ്ട് ഹിംസിക്കപ്പെട്ടവനായിട്ട് ഭവിച്ചാലോ. അതായത് പല പല അപകടാവസ്ഥയിൽ നമുക്ക് ഈ നിസ്സഹായ അവസ്ഥകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് 24ാമത്തെ ശ്ലോകത്തിൻ്റെ 2ാമത്തെ ലൈൻ മുതൽ 28ാമത്തെ ശ്ലോകത്തിൻ്റെ 1ാമത്തെ ലൈൻ വരെ ഒരുമിച്ചാണ് ഇവിടെ മീനിങ് പറയാൻ പോകുന്നത്. അതായത് 24ാമത്തെ ശ്ലോകത്തിൻ്റെ അരണ്യേ പ്രാന്തരേ വാഭി ദാവാഗ്നി പരിപാരിത ദസ്യുഭിർവാവൃതശൂന്യേ ഗൃഹീതോ വാപി ശത്രുഭി സിംഹവ്യാഘ്രാനുയാതോ വാ വനേ വാ വനഹസ്തിഭി. അതായത് കള്ളന്മാരാൽ ചുറ്റപ്പെട്ടവനായിട്ട്, ശൂന്യ എന്ന് പറഞ്ഞാൽ വിജനപ്രദേശത്ത് അകപ്പെട്ടിട്ട്, ഗൃഹീതോ വാപി ശത്രുഭി ശത്രുക്കളാൽ പിടിക്കപ്പെട്ടവനായിട്ട് അല്ലെങ്കിൽ ബന്ധനസ്ഥനാക്കപ്പെട്ട അവസ്ഥയിൽ. ഇനി സിംഹവ്യാഘ്രാനുയാതം എന്ന് പറഞ്ഞാൽ സിംഹങ്ങളാലും കടുവകളാലും ഒക്കെ ചുറ്റപ്പെട്ട, അതായത് അനുയാനം ചെയ്യപ്പെട്ടത്, അതായത് പിന്തുടരപ്പെട്ട അവസ്ഥയിൽ. വനേവ വനഹസ്തിഭി കാട്ടാനകളാൽ ആക്രമിക്കപ്പെട്ട അവസ്ഥയിൽ. ഇനി രാജ്ഞാ ക്രുദ്ധേന ജാജ്ഞപ്തോ വധ്യോ ബന്ധഗതോപിവ. അതായത് ക്രുദ്ധനായ രാജാവിനാൽ ആ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനായിട്ട്, ആജ്ഞാപിക്കപ്പെട്ടവനായി അവസ്ഥയിൽ. ബന്ധഗതോപിവ എന്ന് പറഞ്ഞാൽ ബന്ധനസ്ഥനായ അവസ്ഥയിൽ. ആഘൂർണിതോ വാ വാതേന. ആഘൂർണിത എന്ന് പറഞ്ഞാൽ ഇളകി മറിയുന്ന സമുദ്രത്തിൽ വാതേന കാറ്റുകൊണ്ട് ഇളകി മറിയുന്ന, അതായത് വലിയ കാറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. സ്ഥിതപോതേ മഹാർണവേ, വലിയ സമുദ്രത്തിൽ അകപ്പെട്ട കപ്പലിൽ നിസ്സഹായ അവസ്ഥയിൽ ഉള്ള ആ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവനായിട്ടിരിക്കുമ്പോൾ. അതുപോലെ പതത്സു ചാപി ശസ്ത്രേഷു എന്ന് പറഞ്ഞാൽ, പതത്സു എന്ന് പറഞ്ഞാൽ പതിക്കുകയാണ്. അപിച്ച പതിക്കുമ്പോഴും, ശസ്ത്രേഷു എന്ന് പറഞ്ഞാൽ ആയുധങ്ങളാൽ ആക്രമിക്കപ്പെട്ട് താഴെ വീഴുമ്പോഴും, സർവബാധാസു സർവ ഉപദ്രവങ്ങളിലും, ഘോരാസു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ, ഘോരാസു കഠിന വേദന കൊണ്ട്, സർവബാധാസു വേദനാഭ്യർദ്ധിത അപിവ വേദന കൊണ്ട് ഹിംസിക്കപ്പെട്ടവനായിട്ട് ഭവിച്ചാലും, മമ ഏതച്ചരിതം എൻ്റെ മാഹാത്മ്യത്തെ സ്മരൻ നരഹ സ്മരണം ചെയ്യുന്ന മനുഷ്യൻ, സങ്കടാൽ മുച്യേതേ സ്മരൻ മമൈതച്ചരിതം നരോ മുച്യേത സങ്കടാത് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്മരണം ചെയ്യുന്ന, സ്മരിക്കുന്ന, ഓർമ്മിക്കുന്ന മനുഷ്യൻ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ദേവീ മാഹാത്മ്യം സ്മരിക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്താൽ എന്തെല്ലാം ഫലങ്ങളാണ്, നമുക്ക് എന്തെല്ലാം ഭാഗ്യങ്ങളാണ് സിദ്ധിക്കുക എന്നതാണ് ഈ ദേവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പതത്സു ചാപി ശസ്ത്രേഷു സംഗ്രാമേ ഭൃശദാരുണേ സർവബാധാസു ഘോരാസു വേദനാഭ്യർദ്ധിതോപി വാ. സ്മരൻ മമൈതച്ചരിതം നരോ മുച്ഛേദ സങ്കടാത്. എൻ്റെ ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ അകപ്പെട്ടാലും ഈ ദേവീ മാഹാത്മ്യം സ്മരിക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്നെല്ലാം അത്ഭുതകരമാം വണ്ണം രക്ഷപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൂരത്തിലുള്ള ജനശൂന്യമായ മാർഗത്തിലകപ്പെട്ടാലും, ആരും സഹായത്തിനില്ലാത്ത അവസ്ഥയിലും ദേവി നമ്മെ സഹായിക്കാനായിട്ട് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 28ാമത്തെ ശ്ലോകത്തിൻ്റെ 2ാമത്തെ വരി. മമ പ്രഭാവാത് സിംഹാദ്യ ദസ്യവോ വൈരണസ്തഥ
എന്ന് പറഞ്ഞിരിക്കുകയാണ്. മമ പ്രഭാവാത്, എൻ്റെ പ്രഭാവം കൊണ്ട്, ആ പ്രഭാവം കാരണം സിംഹാദ്യാദ്യസ്യവോ വൈരിണസ്തത, വൈരി ശത്രുക്കളാണ്. സിംഹാദ്യ എന്ന് പറഞ്ഞാൽ സിംഹം ആദിയായ മൃഗങ്ങൾ. ദസ്യവഹ എന്ന് പറഞ്ഞാൽ ദസ്യു എന്ന് പറഞ്ഞാൽ കള്ളന്മാരാണ്, തസ്കരന്മാരാണ്. തഥാ വൈരിണ, അത്ര വൈരി ശത്രുവാണ്. അപ്പോൾ എൻ്റെ പ്രഭാവം കൊണ്ട് സിംഹം മുതലായ ജന്തുക്കളും കള്ളന്മാരും അതുപോലെ തന്നെ ശത്രുക്കളും മമചരിതം, എൻ്റെ ചരിത്രത്തെ സ്മരിക്കുകയാണെങ്കിൽ മമ പ്രഭാവാത് സിംഹാദ്യ ദസ്യവോ വൈരിണസ്തഥ ദൂരാദേവ പലായന്തേ സ്മരതശ്ചരിതം മമഃ. 29ാമത്തെ ശ്ലോകം. ദൂരാദേവ പലായന്തേ സ്മരതശ്ചരിതം മമഃ എന്ന് പറഞ്ഞാൽ സ്മരതഃ ചരിതം മമഃ. മമ ചരിതം സ്മരതഃ എന്ന് പറഞ്ഞാൽ എൻ്റെ ചരിതം സ്മരിക്കുന്നവൻ്റെ അടുക്കൽ നിന്ന് മമ പ്രഭാവാത് സിംഹം ആദിയായ മൃഗങ്ങളും തസ്കരന്മാർ മുതലായവരും ശത്രുക്കളും ദൂരത്തേക്ക് തന്നെ ഏവ പലായന്തേ ഓടിപ്പോകും എന്ന് പറയുകയാണ്. ദൂരത്തേക്ക് ഓടിപ്പോകും എന്ന് ദേവി പറഞ്ഞ് സമർത്ഥിച്ചിരിക്കുകയാണ്. എൻ്റെ സാമർഥ്യം കൊണ്ട് ഈ ദുഷ്ടജന്തുക്കളും തസ്കരന്മാരും വൈരികളും എൻ്റെ ഈ ചരിതത്തെ സ്മരണം ചെയ്യുന്ന മനുഷ്യൻ്റെ സമീപത്തിൽ നിന്ന് ദൂരത്തേക്ക് ഓടിപ്പോകുന്നു. നമ്മളെപ്പോഴും സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും പാടിക്കൊണ്ട് തന്നെയായിരിക്കും നടക്കുന്നത് അല്ലേ, നമ്മുടെ മനസ്സിലെപ്പോഴും കാണില്ലേ ഈ ലൈനൊക്കെ. ഇനി അടുത്തത് ഋഷിരുവാച എന്ന മന്ത്രമാണ്. ഋഷിരുവാച എന്ന മന്ത്രത്തിൽ അത് 661 ആകെ സംഖ്യ എടുക്കുമ്പോൾ 30ാമത്തെ ശ്ലോകമാണിനി. ഇത്യുക്ത്വാ സാ ഭഗവതി ചണ്ഡിക ചണ്ഡവിക്രമ പശ്യതാമേവ ദേവാനാം തത്രൈവാന്തരധീയതഃ പറഞ്ഞിരിക്കുകയാണ്. ഇത്യുക്ത്വാ സാ ഭഗവതി ചണ്ഡിക ചണ്ഡവിക്രമ പശ്യതാമേവ ദേവാനാം തത്രൈവാന്തരധീയത. ഋഷി പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ചണ്ഡവിക്രമ ഭയങ്കര പരാക്രമത്തോടു കൂടിയവൾ, പ്രചണ്ഡമായ വിക്രമത്തോടു കൂടിയവൾ. സാ ചണ്ഡികാദേവി, ആ ചണ്ഡികാ ഭഗവതി, ഇതി ഉക്ത്വ ഇപ്രകാരം പറഞ്ഞിട്ട്, ദേവാനാം പശ്യതാം ഏവ ദേവന്മാർ നോക്കി നിൽക്കുമ്പോൾ തന്നെ, തത്ര ഏവ അന്തരധീയത, തത്രൈവ അന്തരധീയത എന്ന് പറഞ്ഞാൽ തത്ര ഏവ അന്തർധീയത എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ അന്തർധാനം ചെയ്തു, മറഞ്ഞു കളഞ്ഞു. ദേവി ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ചരിതം പാടിയാൽ അല്ലെങ്കിൽ സ്മരിക്കുന്നവൻ്റെ അടുക്കൽ നിന്ന് ശത്രുക്കളും കാട്ടുജന്തുക്കളും അതുപോലെ തസ്കരന്മാരും എല്ലാം ഓടിപ്പോകും എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും നോക്കി നിൽക്കെ തന്നെ ചണ്ഡിക ഭഗവതി മറഞ്ഞുപോയി, അന്തർധാനം ചെയ്തു ശ്രീദേവി. അങ്ങനെ ഭയങ്കര പരാക്രമത്തോടു കൂടിയവളായ ചണ്ഡികാദേവി ഇങ്ങനെ പറഞ്ഞിട്ട് ദേവന്മാർ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവിടുന്ന് അന്തർധാനം ചെയ്തു എന്ന് ഋഷി ഈ സുമേധസ് മഹർഷി സുരഥ മഹാരാജാവിനോട് പറഞ്ഞു. അപ്പോൾ സുരഥ മഹാരാജാവ് ചോദിച്ച 3 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നൽകിക്കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. അതായത് ദേവിയുടെ ഉൽപ്പത്തി എങ്ങനെ ഉണ്ടായി, ദേവിയുടെ പ്രഭാവം എന്താണ്, ദേവിയുടെ സാമർഥ്യം എന്താണ്, ദേവിയുടെ കർമ്മം എന്താണ്, നിങ്ങളീ പറയുന്ന ദേവി ആരാണ് എന്ന് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം സുമേധസ് മഹർഷി പറഞ്ഞു കഴിഞ്ഞു. ദേവി പരമേശ്വരി മഹാമായേ, അവിടുത്തെ വ്യാപാരങ്ങളെല്ലാം അത്ഭുതകരം തന്നെയാണ്. നമുക്ക് ഈ 30ാമത്തെ ശ്ലോകത്തോടുകൂടി ഈ വീഡിയോ നിർത്താം. നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ആരും. പിന്നെ മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇനി വിളിച്ച് ചോദിക്കണമെന്നൊന്നുമില്ല, കമൻ്റ് ഇട്ടാൽ മതി. ഇനി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ കൂടി കേൾക്കാം. നമുക്കിനി ഇതിൽ 9 ശ്ലോകം കൂടിയേ ഉള്ളൂ ഈ അധ്യായത്തിൽ, അതായത് 12ാം അധ്യായത്തിൽ. അത് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്താൽ എന്നോട് സൂചിപ്പിച്ചതുപോലെ, അതായത് ലെങ്ത് കുറഞ്ഞ വീഡിയോയാകും. വീണ്ടും ഒരിക്കൽ കൂടി നമസ്കാരം. നല്ല ശുഭദിനം ആശംസിക്കുന്നു. ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ.